നമസ്കാരം. പ്രവാസി മലയാളി പ്രസിലേക്ക് പ്രവാസികളെ സ്വാഗതം. പ്രധാനമായും ആദ്യം തന്നെ ഒരു ജാഗ്രതയുള്ള വാർത്തയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഷെയർ അപ്പാർട്ട്മെന്റ്സിൽ പറ്റുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ആദ്യമേ വരുന്നത്. അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. റാസൽ ഖൈമ വാദി എസ്വിദയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട്ടുജോലിക്കാരിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. വെള്ളിയാഴ്ച അതായത് സെപ്റ്റംബർ 12-ാം തീയതി റാസൽ ഖൈമയിൽ നിന്ന് 96 കിലോമീറ്റർ തെക്ക് നടന്ന സ്ഫോടനത്തിൽ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 40 വയസ്സ് പ്രായമുള്ള ഏഷ്യൻ സ്വദേശിയായ വീട്ടുജോലിക്കാരിക്കാണ് പരിക്കേറ്റത്. ഇവരുടെ ശരീരത്തിന്റെ ഭൂരിഭാഗത്തും 2ാം ഡിഗ്രി അല്ലെങ്കിൽ 3ാം ഡിഗ്രി വരെ പൊള്ളലേറ്റിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിൽ ഇവർ കഴിയുന്നത്. ശസ്ത്രക്രിയകൾ പോലും ആവശ്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. ആദ്യം ഫുജൈറ ആശുപത്രിയിൽ ചികിത്സ നൽകി. പക്ഷേ പരിക്കുകളുടെ ഗുരുതരാവസ്ഥ കാരണം പിന്നീട് ഷെയ്ഖ് ഖലീഫ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. കുടുംബാംഗങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറിയത് കാരണം വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് അപകടം നടന്ന വീട്ടിലെ താമസക്കാരനായ മുസ്ബഹ് മുഹമ്മദ് അൽ ലൈലി പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും പതിവ് പോലെ കുടുംബം അന്തരിച്ച പിതാവിന്റെ വീട്ടിൽ ഒത്തുകൂടിയിരുന്ന സമയത്താണ് സംഭവം നടന്നത്. സന്ധ്യാസമയത്തുള്ള ബാങ്കിന്റെ സമയത്ത് താനും സഹോദരിയും പുറത്തായിരുന്നുവെന്ന് അൽ ലൈലി പറഞ്ഞു. ആദ്യം ഞങ്ങളൊരു വലിയ ശബ്ദം കേട്ടു. അതൊരു വാതിൽ കൊട്ടിയടച്ചതാണ് എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ നിമിഷങ്ങൾക്കകം വീട്ടുജോലിക്കാരി തീ തീ എന്ന് നിലവിളിക്കുന്നത് കേട്ടു. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ വീട് തകർന്നു കിടക്കുന്നതാണ് കണ്ടത്. എലി കരണ്ട് ഗ്യാസ് സിലിണ്ടറിന്റെ ട്യൂബിലുണ്ടായ ചോർച്ചയാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ചോർച്ചയെ തുടർന്ന് തീപിടുത്തമുണ്ടായതായും അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അടുക്കളയുടെ വാതിൽ ഏകദേശം 50 മീറ്ററോളം ദൂരേക്ക് തെറിച്ചുപോയി. പാത്രങ്ങൾ ഉരുകി, എയർ കണ്ടീഷണറും ഫ്രിഡ്ജും നശിച്ചു. പ്ലാസ്റ്റിക് സീലിംഗ് തകർന്നു. ഫാനുകളും മറ്റു ഉപകരണങ്ങളും ചിതറിപ്പോയി. അതൊരു തീപിടുത്തം മാത്രമല്ല, എല്ലാം തകർന്നു പോയതുപോലെ ഉണ്ടായിരുന്നുവെന്ന് അൽ ലൈലി പറയുന്നു. റാസൽ ഖൈമ പോലീസിലെയും സിവിൽ ഡിഫൻസിലെയും എയർ ഇൻവെസ്റ്റിഗേഷൻ വിദഗ്ധരും ഉടൻ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതും എലി കരണ്ടിട്ട് സിലിണ്ടറിന്റെ ട്യൂബ് തകർന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും സിലിണ്ടറിന്റെ ട്യൂബ് എപ്പോഴും നോക്കണമെന്ന് പറയുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെയും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അടുക്കളയിൽ നിന്ന് പുറത്താണ് സിലിണ്ടർ വെക്കുന്നത്. അതാണ് ഇപ്പൊ ഏറ്റവും നല്ല ഒരു മാർഗം. കാരണം അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എലിയോ മറ്റോ, അതുപോലെ പാറ്റ കരണ്ടാലും ഇതുപോലെ ഇത് വരും. പാറ്റയെല്ലാം അടുക്കളയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധ. വീട്ടിനകത്ത് ഗ്യാസ് സിലിണ്ടർ വെച്ചവർ എല്ലായ്പ്പോഴും രാവിലെ തുറക്കുന്നതിന് മുൻപും അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലും ട്യൂബ് തുടച്ച് വൃത്തിയാക്കി അതിൽ ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത്തരം വലിയൊരു അപകടം നമ്മെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റു വാർത്തയിലേക്ക് പോകാം. ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ ഉൾപ്പെടെ ദുബായ് നിവാസികൾ പാമ്പു ശല്യം മൂലം ജാഗ്രതയിലെന്ന് റിപ്പോർട്ട്. താമസ സ്ഥലങ്ങളിൽ പാമ്പുകളുടെ സാന്നിധ്യം അധികരിച്ചതോടുകൂടി മിക്കവരും സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയാണ്. ദുബായിലെ റൈംറാം മേഖലയിൽ അൽ റംത്ത് ക്ലസ്റ്ററിൽ പാമ്പുകളുടെ ശല്യം അധികമാണ് എന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. 10 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ഭീഷണി നേരിടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വിഷമില്ലാത്ത അണലിയെയാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ട്. അപ്പാർട്ട്മെന്റിലെ ചവിട്ടികൾ, ബാൽക്കണി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. പാമ്പുകളുടെ സാന്നിധ്യം ഉയർത്തുന്ന ആശങ്ക പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പാമ്പിൻ കെണികളും അതുപോലെ തന്നെ പാമ്പുകളുടെ തുരത്താനുള്ള വസ്തുക്കളും സ്ഥാപിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. റംറാം മേഖലയ്ക്ക് സമീപത്തായി നിരവധി കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും ഇതാകാം പാമ്പിന്റെ ശല്യം വർദ്ധിക്കാൻ കാരണമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തെ കാടും മരങ്ങളും ചെടികളും വെട്ടിമാറ്റിയതാകാം പാമ്പുകൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമെന്ന് പ്രാദേശിക ഭരണകൂടവും അഭിപ്രായപ്പെട്ടു. നിർമ്മാണ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് പാമ്പുകളുടെ മാളങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടനൽക്കാതെ അവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഭരണകൂടം അറിയിച്ചു. പാമ്പുകളെ കണ്ടെത്തി പിടികൂടാൻ മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ സന്ദേശങ്ങൾ, സുരക്ഷാ നടപടികളുടെ വിശദാംശങ്ങളും പതിവായി പങ്കുവെക്കുന്നുണ്ടെന്നും അധികൃതർ പറയുന്നു. ഗൾഫ് മേഖലയിൽ പാമ്പ് ശല്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമുള്ള പാമ്പുകൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ അവിടെയൊക്കെ അണലിക്ക് ശരിക്കും വിഷമുണ്ട്. ഇവിടെ പക്ഷെ പറഞ്ഞത് വിഷമില്ലാത്ത അണലിയെന്ന്. അതെ. പക്ഷെ എന്തായാലും ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ്. പ്രദേശവാസികളും പ്രവാസികളും പേടിയോടുകൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ദുബായിൽ നിന്ന് പൂനെയിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കിയതോടെ വലഞ്ഞ് യാത്രക്കാർ. സ്പൈസ് ജെറ്റിന്റെ SG-52 വിമാനമാണ് റദ്ദാക്കിയത്. ബുധനാഴ്ച പുറപ്പെടേണ്ട വിമാനത്തിൽ 100 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് 12:05-നാണ് ദുബായിൽ നിന്ന് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. പുലർച്ചെ 4:40-ന് പൂനെയിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ യാത്രക്കാർ എത്തിക്കഴിഞ്ഞ ശേഷം വിമാനം 12:55-ന് പുറപ്പെടുമെന്ന അറിയിപ്പ് ലഭിക്കുകയായിരുന്നു.
കുറച്ചു സമയത്തിന് ശേഷം പിന്നെയും പുറപ്പെടൽ സമയം മാറ്റി 1:30 യാത്രക്കാരൻ്റെ ഒരു സുഹൃത്തിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4:15 വരെ യാത്രക്കാർ കാത്തിരുന്നു. ഇതിനുശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം എയർലൈൻ യാത്രക്കാരെ അറിയിച്ചതെന്നും പറയുന്നു. സാങ്കേതിക പ്രശ്നം മൂലമാണ് വിമാനം റദ്ദാക്കിയതെന്നാണ് അധികൃതർ പിന്നീട് അറിയിച്ചത്. സാങ്കേതിക പ്രശ്നം മൂലം ദുബായ് പൂനെ സ്പേസ് ജെറ്റ് വിമാനം റദ്ദാക്കിയെന്നും ഭൂരിഭാഗം യാത്രക്കാർക്കും മറ്റൊരു വിമാനത്തിൽ യാത്രാ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നും ചില യാത്രക്കാർ റീഫണ്ടാണ് തെരഞ്ഞെടുത്തതെന്നും എയർലൈൻ വക്താവ് അറിയിച്ചു. ഇതേസമയം വിമാനം റദ്ദാക്കിയെന്ന അറിയിപ്പിന് ശേഷം ഇമിഗ്രേഷനിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വന്നതായി യാത്രക്കാർ അറിയിച്ചു. ലഗേജ് കിട്ടാൻ പിന്നെയും 2 മണിക്കൂറോളം സമയമെടുത്തതായും യാത്രക്കാർ പറയുന്നുണ്ട്. ശരിക്കും വലയുകയാണല്ലേ, കാരണം എത്തിയാൽ എത്തി, കൃത്യസമയം നമ്മൾ ഇത്രയും പണം മുടക്കി എത്തിയാൽ എത്തി എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു വാർത്ത, കുവൈറ്റിലെ സാൽമിയ പ്രദേശത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയെന്ന കേസിൽ ഇന്ത്യൻ പൗരനെയും ഫിലിപ്പീൻ സ്വദേശിനെയും അറസ്റ്റ് ചെയ്തു. സാൽമിയ പോലീസ് സ്റ്റേഷൻ സംഘം നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഇന്ത്യൻ പൗരനും ഫിലിപ്പീൻ സ്വദേശിയും അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രാദേശിക പോലീസ് സംഘങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇവരെ പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു. പ്രതികളെ തുടർ നടപടികൾക്കായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ്സ് കൺട്രോളിന് കൈമാറി. കുവൈത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെയും നിയമം ലംഘിക്കുന്ന അവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ വർഷം ആദ്യ പകുതിയിൽ 1387 ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു. പരിശോധനയിൽ 6187 പേർക്ക് മുന്നറിയിപ്പുകൾ നൽകി. താമസ, വാണിജ്യ, വ്യാവസായിക മേഖലകളിലാണ് മുന്നറിയിപ്പുകൾ നൽകിയതെന്ന് പൗരസമിതി അറിയിച്ചു. നഗര സൗന്ദര്യം നിലനിർത്തുക, നഗര ശുചിത്വത്തിന്റെ ഉയർന്ന നിലവാരം സംരക്ഷിക്കുക, പൊതുജനാരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നിവയുടെ ഭാഗമായാണ് നടപടികളെന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയിലെ മാലിന്യ പ്രവർത്തന വകുപ്പ് ഡയറക്ടർ സയ്യിദ് അബ്ദുൾ റഹീം സഫർ അറിയിച്ചു. റോഡിലോ പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലോ മരുഭൂമിയിലോ എവിടെയായാലും വാഹനങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ഉടനെ തന്നെ നീക്കം ചെയ്യും. ഇതിനായി പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സംഘം ആദ്യം സ്മാർട്ട് സംവിധാനത്തിലൂടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് ഇക്കാര്യം ഉടമയെ അറിയിക്കും. ഉടമയ്ക്ക് 3 മുതൽ 15 ദിവസം വരെ മുന്നറിയിപ്പ് നോട്ടീസ് നൽകും. ദുബായിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണെങ്കിൽ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രത്യേക സംവിധാനത്തിലൂടെ ആയിരിക്കും മുന്നറിയിപ്പ് നൽകുക. മുന്നറിയിപ്പ് കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ വാഹനം നീക്കം ചെയ്യുകയും അലവീവിലെ കണ്ടുകെട്ടൽ വാഹനങ്ങളുടെ നിരകിലേക്ക് മാറ്റുകയും ചെയ്യും. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തുന്നതിൽ ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളുടെയും 77.6% സഹകരണം ഉണ്ടായിരിക്കുന്നു എന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പൊതുജന സഹകരണം ശക്തിപ്പെട്ടാൽ പ്രത്യേക ബോധവൽക്കരണം പരിപാടികളും സംഘടിപ്പിക്കും. അതായത് പൊതുജനങ്ങളിൽ കൂടുതൽ ജാഗ്രതയായിരിക്കണം എന്നാണ് പ്രധാനം. വേനൽക്കാലത്ത് ദീർഘനേരം വാഹനങ്ങൾ അശ്രദ്ധമായി നിർത്തിയിട്ടിരുന്നത് ദുബായ് മുനിസിപ്പാലിറ്റി താമസക്കാരോടും വാഹന ഉടമകളോടും അഭ്യർത്ഥിച്ചു. വാഹനങ്ങൾ പതിവായി വൃത്തിയാക്കൽ, സുരക്ഷാ കാർ കവറുകൾ ഉപയോഗിക്കൽ, നിയുക്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യൽ, വാഹനങ്ങൾ ആളൊഴിഞ്ഞതോ മണൽ നിറഞ്ഞതോ ആയ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കൽ തുടങ്ങിയ ലളിതമായ നടപടികൾ പാലിച്ചുകൊണ്ട് നഗരത്തിന്റെ ശുചിത്വം സംരക്ഷിക്കുക എന്നതിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ടെന്നും അധികൃതർ പറഞ്ഞു. ശുചിത്വത്തിന് വേണ്ടിയിട്ടില്ല, നമ്മുടെ രാജ്യം വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് ആ ഒരു രാജ്യത്ത് ഇങ്ങനത്തേക്ക് അതെ അത് നമ്മുടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് സഹിക്കില്ല, അത്രയ്ക്കുമുണ്ട്. സൗദിയിൽ ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഡിസ്കൗണ്ട് വിൽപ്പന ആരംഭിച്ചു. അതൊരു നല്ല വാർത്തയാണ്. ഇന്നു മുതൽ സെപ്റ്റംബർ 30 വരെയാണ് സ്ഥാപനങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകാനാകുക. രാജ്യത്ത് പ്രത്യേക ലൈസൻസ് നേടാതെ വില കുറച്ചു വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. ഈ മാസം 23-നാണ് സൗദിയുടെ 95ാമത് ദേശീയ ദിനം. വാണിജ്യ മന്ത്രാലയം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഓഫറുകൾ നൽകാൻ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകാറുണ്ട്. ഓൺലൈൻ വഴി ലൈസൻസ് അനുവദിച്ച സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഓഫറുകൾ നൽകാനാവുക. വാണിജ്യ സ്ഥാപനങ്ങളിലും ഇ സ്റ്റോറുകളിലും ദേശീയ ദിന ഓഫറുകൾ നൽകാനായി ലൈസൻസ് നിർബന്ധമാണ്. വിലക്കിഴിവ് നൽകുന്ന സാധനങ്ങളുടെ പ്രൈസ് ടാഗിൽ മുഴുവൻ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം. ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഓഫറുകൾ നൽകുന്നത് ശിക്ഷാർഹമാണ്. ഹൈപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രത്യേക ഓഫർ നൽകി കഴിഞ്ഞു. സൗദി എയർലൈൻസ് ഉൾപ്പെടെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും വരും ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിക്കും. ആ ഓഫറുകൾ എന്തായാലും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുക. ഇനി UAE-യിൽ മാസങ്ങളോളം നീണ്ടുനിന്ന റെക്കോർഡ് ചൂട് കുറയുന്നതായി കാലാവസ്ഥാ കേന്ദ്രമായ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങൾ UAE-യിൽ ശരത്കാലം ആരംഭിക്കും. സെപ്റ്റംബർ 23-ന് ശരത്കാല വിശ്വം അടുക്കുന്നതോടെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 മാസം നീണ്ടുനിന്ന റെക്കോർഡ് താപനിലയിൽ നിന്ന് തണുപ്പ് കാലത്തേക്കാണ് പോകുന്നത്. നേരത്തെ അബുദാബി ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ രാവിലെ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടാറുള്ളത്. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ UAE-യിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്നാണ്
കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ കണക്കുകൾ പ്രകാരം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും ഉയർന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. അൽസുഹാനിൽ 51.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില. ദുബായ്, അബുദാബി തുടങ്ങിയ തീരദേശ നഗരങ്ങളിൽ പകൽ സമയത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നപ്പോൾ ഉൾപ്രദേശങ്ങളിൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായാണ് താപനില രേഖപ്പെടുത്തിയത്. സെപ്റ്റംബർ പകുതിയിലേക്ക് കടക്കുമ്പോൾ കനത്ത ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്ന് നേരത്തെ കാലാവസ്ഥാ പ്രവചനങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ പകൽ സമയത്തെ ഉയർന്ന താപനില ഏകദേശം 38.5 ഡിഗ്രി സെൽഷ്യസിനും 40.6 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. ഇത് കഴിഞ്ഞ മാസങ്ങളിലെ താപനിലയെ അപേക്ഷിച്ച് കുറവാണ്. മഞ്ഞുകാലം വരുന്നതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. വേനൽക്കാലമായതിനാൽ പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തണുപ്പ് കൂട്ടുന്നതോടൊപ്പം ഇടയ്ക്കിടെയുള്ള പൊടിക്കാറ്റുകൾക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അതിനാൽ ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലും താമസക്കാർ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ചിലർ ഈ പറയുന്ന പോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകളെ അപ്പാടെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കുറച്ചുകൂടി വ്യക്തമായി തന്നെ അതിനു വേണ്ട നടപടികൾ, മുൻകരുതലുകൾ എടുക്കുക. അത് നമ്മുടെ ആരോഗ്യത്തെ കൂടിയാണത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ കൃത്യമായി ഫോളോ ചെയ്യുക. മറ്റു വാർത്തകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.